സോങ് ഓഫ് എ ഡ്രീം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ സിസ്റ്റം ആക്ടിവിറ്റീസുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹെർ ഡ്രീം ദ പോയിന്റ് സ്റ്റുഡ് ഇൻ എ മാജിക്കൽ വുഡ്. ഹാവ് യു എവർ ബീൻ ടു എ ലാൻഡ് ഓഫ് ഇമാജിനേഷൻ ഇൻ യുവർ ഡ്രീം? ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. പോയത്തിൽ നമ്മുടെ പോയറ്റ് ഒരു മാജിക്കൽ വുഡിൽ നിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നിങ്ങളതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമാജിനേഷൻ സ്ഥലത്ത് ഡ്രീമിലായിട്ട് പോയിട്ടുണ്ടോ? ഡ്രീമിൽ നിങ്ങൾ ഇമാജിനേഷൻ സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദ്യം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ഇത് തന്നെ എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് എഴുതാം. ക്വസ്റ്റ്യൻ 2, വാട്ട് ആർ ദ സ്പിരിറ്റ്സ് ഓഫ് പീസ്, ട്രൂത്ത് ആൻഡ് ലവ് കമ്പയർഡ് ടു? എന്തുമായിട്ടാണ് ട്രൂത്തിൻ്റെയും പീസിനെയും ലവിൻ്റെയും സ്പിരിറ്റ്സിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്? ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ഈസ് കമ്പയർഡ് ടു ബേർഡ്സ്. ബേർഡ്സുമായിട്ടാണ് സ്പിരിറ്റ് ഓഫ് ട്രൂത്തിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ലവ് ടു സ്റ്റാർസ്. ലവിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഏതുമായിട്ടാണ്? സ്റ്റാറുമായിട്ടാണ്. പീസ് ടു സ്ട്രീംസ്. പീസിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് സ്ട്രീംസുമായിട്ടാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ആർ ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് കമ്പയർഡ് ടു ബേർഡ്സ് ദാറ്റ് സിംഗ്? പാടുന്ന പക്ഷികളുമായിട്ട് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട്? ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ആർ കമ്പയർഡ് ടു ബേർഡ്സ് ദാറ്റ് സിംഗ് ബിക്കോസ് ദേ പ്രൊക്ലെയിം ദംസെൽവ്സ് ലൈക്ക് ബേർഡ്സ് ദാറ്റ് സിംഗ് ആൻഡ് സ്പ്രെഡ് ദെയർ മെസ്സേജ് വെയർ എവർ ദേ ഗോ. അപ്പോൾ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ ബേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, അവർ ബേർഡിനെ പോലെ സിംഗ് ചെയ്തിട്ട് അവർ പോകുന്ന സ്ഥലത്തെല്ലാം അവരുടെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് അവരുടെ മെസ്സേജ്? ട്രൂത്ത്, സത്യമാണ് അവരുടെ മെസ്സേജ്. അത് ബേർഡ്സ് പാടുന്നത് പോലെ അല്ലെങ്കിൽ ബേർഡ്സ് അവരുടെ സൗണ്ട് ഉണ്ടാക്കുന്നത് പോലെ ഇവരെന്ത് ചെയ്യുന്നു? സൗണ്ട് ഉണ്ടാക്കി സിംഗ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ 4, വാട്ട് ഡസ് ദ പോയിന്റ് കമ്പയർ ദ സോൾഫുൾ വിഷൻസ് ടു? കമൻറ്റ്. സോൾഫുൾ വിഷൻസിനെ എന്തുമായിട്ടാണ് പോയിന്റ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്? ദ പോയിന്റ് കമ്പയർ സോൾഫുൾ വിഷൻസ് ടു പോപ്പീസ്. പോപ്പീസുമായിട്ടാണ് സോൾഫുൾ വിഷനെ പോയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ദ ഇൻടോക്സിക്കേറ്റ് ലൈക്ക് പോപ്പീസ്. ഓക്കെ, പോപ്പീസിനെ പോലെ അവർ ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്നു. ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ സിമിലി. ഇത് സിമിലിക്ക് എക്സാമ്പിളാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് ഡു? എന്താണ് സ്പിരിറ്റ്സ് ഓഫ് ലവ് ചെയ്യുന്നത്? ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് ഗ്യാദർ ആൻഡ് ഗ്ലീം റൗണ്ട് ദ പോയറ്റ്സ് ഡെലിക്കേറ്റ് യൂത്ത്. പോയറ്റിൻ്റെ ഡെലിക്കേറ്റ് യൂത്തിന് ചുറ്റുമായിട്ടും ഗ്യാദർ ചെയ്യുകയും ഗ്ലീം ചെയ്യുകയാണ് സ്പിരിറ്റ്സ് ഓഫ് ലവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 6, വാട്ട് ഡസ് ദ പോയറ്റ് ക്വെൻച്ച് ഹെർ ലോങ്ങിങ്? ഹൗ ഡസ് ദ പോയറ്റ് ക്വെൻച്ച് ഹെർ ലോങ്ങിങ്? എങ്ങനെയാണ് പോയറ്റ് അവരുടെ ലോങ്ങിങ്ങിന്, ആഗ്രഹത്തെ ക്വെൻച്ച് ചെയ്യുന്നത്, ശമിപ്പിക്കുന്നത്? The poet quenches her longing by bending low by the stream of the spirits of peace. സ്പിരിറ്റ്സ് ഓഫ് പീസിൻ്റെ സ്ട്രീമിന് നേരെ തല കുനിച്ചുകൊണ്ടാണ് പോയറ്റിൻ്റെ ലോങ്ങിങ്ങിനെ ക്വെൻച്ച് ചെയ്യുന്നത്. 7th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാജിക്കൽ വുഡ് റെഫേർഡ് ടു ഹിയർ? എന്തുമായിട്ടാണ് മാജിക്കൽ വുഡിനെ ഇവിടെ റെഫർ ചെയ്യുന്നത്? ദ മാജിക്കൽ വുഡ് ഈസ് എൻ ഐഡിയലിക് പ്ലേസ് മാർക്ക്ഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് എനി ഈവിൽ ഓർ വൈസ്. തിന്മയില്ലാത്ത ഒരു ഗ്രാമീണമായ, ഐഡിയലിക് എന്ന് വെച്ചാൽ ഗ്രാമീണമായ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ ഒരു നാടായിട്ടാണ് മാജിക്കൽ വുഡിനെ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അടുത്ത ലെറ്റ്സ് റിഫ്ലക്റ്റിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ റെലവൻസ് ഓഫ് സരോജിനി നായിഡുസ് ഡ്രീം ഇൻ ദ പ്രസന്റ് സിനാരിയോ. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സരോജിനി നായിഡുവിൻ്റെ ഡ്രീമിന് എന്ത് റിലവൻസ് ആണുള്ളതെന്ന് നമുക്ക് നോക്കാം. സരോജിനി നായിഡു ഡ്രീംസ് ഓഫ് എ മാജിക്കൽ ഇമാജിനേറ്റീവ് ലാൻഡ് വിച്ച് ഈസ് ഫ്രീ ഫ്രം ഓൾ ഈവിൽ. വി ആർ ആൾസോ ഡ്രീമിംഗ് അബൌട്ട് ഇന്ത്യ ടു ബിക്കം എൻ ഐഡിയൽ കൺട്രി. സരോജിനി നായിഡുവിൻ്റെ ഡ്രീമിലുള്ളത് ഒരു മാജിക്കൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അവിടെ എന്തില്ല? ഒരു തിന്മകളുമില്ല. നമ്മുടെ ഇന്ത്യയും അതേപോലെ ഒരു ഐഡിയൽ കൺട്രി ആകണമെന്നാണ് നമ്മുടെയും ഡ്രീം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ നേഷൻ റീൽസ് അണ്ടർ സെവറൽ ത്രെഡ്സ് മാരിങ് ദ ഐഡിയൽസ് ഓഫ് ട്രൂത്ത്, ലവ് ആൻഡ് പീസ്. ട്രൂത്ത്, ലവ്, പീസ് ഇതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ത്രെഡ്സ് നേരിടുന്ന ഒരു രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ. Sarojini Naidu in the poem expresses her desire in the form of a dream and describes the idealized place as the magical wood in the land of sleep. സരോജിനി നായിഡു തൻ്റെ പോയത്തിലൂടെ തൻ്റെ തനിക്ക് ഇഷ്ടമുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ പിക്ചർ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഒരു മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. ഇൻ ഹെർ ഇമാജിനേറ്റീവ് വേൾഡ്, സരോജിനി നായിഡുവിൻ്റെ ഇമാജിനേറ്റീവ് വേൾഡിൽ ദ ആബ്സ്ട്രാക്ട് വാല്യൂസ് ആൻഡ് ഐഡിയാസ് ഓഫ് ട്രൂത്ത്, ലവ് ആൻഡ് പീസ് ആർ ക്ലിയർലി പാൽപ്പബിൾ ഇൻ നേച്ചർ. സരോജിനി നായിഡുവിൻ്റെ ട്രൂത്ത്, ലവ്, പീസ് ഇവയുമായിട്ടുള്ള ഐഡിയ എല്ലാം നേച്ചറിൽ കൃത്യമായി തെളിഞ്ഞു കാണുന്നു എന്നാണ് പറയുന്നത്. ദേ ആർ നോ മോർ ജസ്റ്റ് ആബ്സ്ട്രാക്ട് ഐഡിയാസ് ബട്ട് പെർസീവ്ഡ് വിത്ത് പ്രോപ്പർ ഷേപ്പ് ആൻഡ് സൈസ്. അപ്പോൾ ഒരു ആബ്സ്ട്രാക്ട് ഐഡിയാസ് ആണ്. ആബ്സ്ട്രാക്ട് ഐഡിയാസ് എന്ന് വെച്ചാൽ വേർതിരിക്കാൻ പറ്റാത്ത ചിന്തകൾ എന്നാണ് പറയുന്നത്. പ്രോപ്പർ ഷേപ്പും സൈസും കൊടുത്തു കഴിഞ്ഞാൽ അവയെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേർതിരിച്ചെടുക്കാൻ പറ്റില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ദ ഇമാജിനേഷൻ അസ്യൂംസ് റിലവൻസ് വെൻ ഇറ്റ് ഇന്റർപ്രറ്റ്സ് ആസ് ദ പോയറ്റ്സ് വിഷൻ ഫോർ ഹെർ മദർലാൻഡ്. പോയറ്റിൻ്റെ ഇമാജിനേഷൻ നമ്മുടെ പോയറ്റിൻ്റെ മദർലാൻഡുമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ റിലവൻസ്, ആവശ്യകത മുന്നേറുന്നു. ഷീ വാണ്ട്സ് ഹർ മദർലാൻഡ് ടു ബി എ ഡ്രീം ലാൻഡ് ഫ്രീ ഓഫ് വൈസസ് ആൻഡ് ഈവിൾസ്. പോയറ്റിൻ്റെ മദർലാൻഡ് അഥവാ ഇന്ത്യ തൻ്റെ ഡ്രീം ലാൻഡ് പോലെ തിന്മയിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും
വേർതിരിക്കപ്പെട്ടിരിക്കണം എന്നാണ് സരോജിനി നായിഡുവിൻ്റെ ആഗ്രഹം. When the poem was published in 1905, India was a British colony. ഈ പോയം പബ്ലിഷ് ചെയ്തത് 1905 അന്ന് ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. Moreover, Sarojini Naidu was not only a poet but also an active participant in the Indian freedom movement, and the poet reflects our Indians' desire for an ideal motherland. ആ സമയത്ത് സരോജിനി നായിഡു ഒരു പോയിറ്റ് മാത്രമല്ലായിരുന്നു, ഒരു ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റുമായിരുന്നു. അങ്ങനെയുള്ള സരോജിനി നായിഡു തൻ്റെ ഐഡിയൽ മദർലാൻഡിനെ തൻ്റെ പോയത്തിലൂടെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, റീഡ് ദ പോയം അഗെയിൻ ആൻഡ് പിക്ക് ഔട്ട് നൗൺസ് ആൻഡ് വെർബ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സർക്കിൾസ്. പോയം ഒന്നുകൂടി വായിച്ച് അതിൽ നിന്നും നൗൺസും വെർബും കണ്ടുപിടിച്ച് സർക്കിളിലേക്ക് എഴുതുക. ആഡ് എ വേർഡ് ഓർ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ഇറ്റ്. നൗണിനെയും അല്ലെങ്കിൽ വെർബിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു വേർഡോ അല്ലെങ്കിൽ ഒന്നിലധികം വേർഡുകളോ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ നൗണും വെർബും എന്താണെന്ന് നിങ്ങൾക്കറിയാം. നൗൺ എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു മനുഷ്യൻ്റെയോ പേരാകുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. വെർബ് എന്ന് വെച്ചാൽ ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തി, ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആൻസർ ഇതാണ്. സ്ട്രീമിൻ്റെ അവിടെ നമുക്ക് ക്ലിയർ സ്ട്രീം എന്ന് എഴുതാം. ഡ്രീമിൻ്റെ അവിടെ ബ്യൂട്ടിഫുൾ ഡ്രീം. നൈറ്റിൻ്റെ അവിടെ ഡാർക്ക് നൈറ്റ്. സ്പിരിറ്റ് ഗുഡ് സ്പിരിറ്റ്. വുഡ് മാജിക്കൽ വുഡ്. ഗ്രൂവ് സേക്രഡ് ഗ്രൂവ്. ഗ്യാദർ അറൗണ്ട്. ഗ്ലീം ബ്രൈറ്റ്ലി. സ്റ്റാർസ് ബ്രൈറ്റ് സ്റ്റാർസ്. സെക്കൻഡ് ആക്ടിവിറ്റി, ഐഡൻറ്റിഫൈ ദ കീ മൂമെൻറ്റ്സ് ഇൻ ദ പോയം. പോയത്തിലുള്ള കീ മൂമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. എക്സാമ്പിൾ ഒന്ന് കൊടുത്തിട്ടുള്ള ഏതാണ്? ദ പോയം ഡ്രീംസ് ഓഫ് ബീയിങ് ഇൻ എ മാജിക്കൽ വുഡ്. ഒരു മാജിക്കൽ വുഡിൽ ഇരിക്കുന്നതായിട്ട് പോയിട്ട് ഡ്രീം ചെയ്യുന്നു. രണ്ടാമത്തേത്, ഷീ ഈസ് സോൾ ഡീപ്പ് ഇൻ വിഷൻസ് വിച്ച് സ്പ്രാങ് ലൈക്ക് പോപ്പീസ്. തേർഡ് വൺ, ഷീ കൺസിഡേഴ്സ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ആസ് ദ ബേർഡ്സ് ദാറ്റ് സാങ്. ഫോർത്ത് വൺ, the glowing stars according to the poet are the spirits of love. Fifth one, the slow flowing streams remind the poet of spirits of peace. Sixth one, the poet stands alone in the light of the magical grove, feeling the stars of the spirits of love gather and gleam round her delicate youth. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദം അപ്പീൽസ് ടു യു മോസ്റ്റ്, വൈ? ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ അപ്പീലിംഗ് ആയിട്ട് തോന്നിയത്? ഓക്കെ, എന്തുകൊണ്ട്? ഇവിടെ ഒന്നിൻ്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അത് തന്നെ എഴുതാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറ്റൊന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതും എഴുതാം. ആക്ടിവിറ്റി 3 എ, റീഡ് ദ എക്സ്പ്രഷൻ മാജിക്കൽ വുഡ്. മാജിക്കൽ വുഡ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടില്ലേ? വാട്ട് പിക്ചർ കംസ് ടു യുവർ മൈൻഡ്? മാജിക്കൽ വുഡ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ കേൾക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഒരു മാന്ത്രിക കാർഡ്. അപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ വരുന്ന മാന്ത്രിക കാർഡായിരിക്കില്ല മറ്റൊരാളുടെ ചിന്തയിൽ വരുന്നത്. ഓരോരുത്തരും ചിന്തയിൽ വരുന്നത് വെവ്വേറെ ആയിരിക്കാം. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ പിക്ചർ. ഗ്രൂപ്പായിട്ടിരുന്ന് എന്ത് ചെയ്യുക, പിക്ചറിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തെടുക്കുക, അവിടെ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന്. ഡ്രോ ദ പിക്ചർ ഇൻ യുവർ ഓൺ വേ. ആ പിക്ചറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം വഴിയിൽ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. ദ പോയറ്റ് ഈസ് ഗിവിംഗ് എ ക്ലിയർ പിക്ചർ ഓഫ് എ മാജിക്കൽ വുഡ് യൂസിങ് വേർഡ്സ്. വേർഡ്സ് ഉപയോഗിച്ച് മാജിക്കൽ വുഡിൻ്റെ ഒരു ക്ലിയർ പിക്ചർ എന്ത് ചെയ്യുന്നു, പോയിട്ട് ഇവിടെ തരുന്നു. സച്ച് വേർഡ് പിക്ചേഴ്സ് ആർ കാൾഡ് ഇമേജറി. ഇതേപോലുള്ള വേർഡ് പിക്ചറുകളെയാണ് ഇമേജറി എന്ന് പറയുന്നത്. അപ്പോൾ താഴെ ഇമേജറി എന്ന് വെച്ചാൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇമേജറി, ലാംഗ്വേജ് ദറ്റ് മേക്സ് പീപ്പിൾ ഇമാജിൻ പിക്ചേഴ്സ് ഇൻ ദിയർ മൈൻഡ്. ഓക്കെ, പീപ്പിളിനെ അവരുടെ പിക്ചേഴ്സ് മൈൻഡിൽ ഇമേജിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഇമേജറി എന്ന് പറയുന്നത്. They appeal to our senses of sight, sound, taste, touch and smell and helps us form a mental picture. നമ്മുടെ സൈറ്റ്, സൗണ്ട്, ടേസ്റ്റ്, ടച്ച് ആൻഡ് സ്മെൽ ഇവയെല്ലാം അവ എന്ത് ചെയ്യുന്നു, അപ്പീൽ ചെയ്യിക്കുന്നു. പോരാത്തതിന് നമുക്കൊരു മെൻ്റൽ പിക്ചർ അതുവഴി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. നമ്മൾ പോയത്തിൽ പഠിച്ചിട്ടില്ലേ വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത്? അതേ സാധനമാണ് ഇവിടെ വരുന്നത്. പിക്ക് ഔട്ട് ദ ഇമേജസ് ഓഫ് സൈറ്റ് ഓർ വിഷ്വൽ ഫ്രം ദ പോയം. കുറച്ച് വിഷ്വൽ ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാം, പോയത്തിൽ നിന്ന് കണ്ടെത്താം. വിഷ്വൽ ഇമേജസ് ഏതാണ്? എ ഫൈൻ ഫോറസ്റ്റ്, ബേർഡ്സ് ഫ്ലൈയിങ് എബൌട്ട്, സിംഗിങ്, ഗ്ലോയിങ് സ്റ്റാർസ് ഇൻ ദ സ്കൈ, എ റിവർ ഫ്ലോയിങ് ത്രൂ ദ ഫോറസ്റ്റ്. അതിൽ ക്വസ്റ്റ്യൻ ബി, നൗ ഫോം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഐഡൻറ്റിഫൈ സിഗ്നിഫിക്കൻറ്റ് സീൻസ് ഇൻ ദ പോയം വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രസൻറ്റിംഗ് എ ടാബ്ലോ. പെർഫോം ഇറ്റ് ഇൻ ഗ്രൂപ്പ്സ്, അറ്റംപ്റ്റ് എ കൊറിയോഗ്രഫി ഓഫ് ദ പോയം. അപ്പോൾ പോയത്തിൽ നിന്ന് നിങ്ങൾക്ക് ടാബ്ലോയ്ക്ക് പറ്റിയ കുറച്ച് എന്ത് ചെയ്യുക, സീൻസ് കണ്ടെത്തുക, എന്നിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്നതായതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സ്കൂളിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ടീച്ചറിൻ്റെ അനുവാദം ചോദ്യത്തിന് ശേഷം എന്ത് ചെയ്യുക, ഒന്നത് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക താല്പര്യമുണ്ടെങ്കിൽ. ആക്ടിവിറ്റി 4, എ ഫ്യൂ പോയറ്റിക് ഡിവൈസസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദം അഗെയിൻസ്റ്റ് ദിയർ കറക്റ്റ് മീനിങ് ഗിവൺ ഇൻ കോളം ബി, ദെൻ കംപ്ലീറ്റ് കോളം സി. അപ്പോൾ കുറച്ച് പോയറ്റിക് ഡിവൈസുകൾ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ബോക്സിൽ നിന്ന് നമുക്ക് കണ്ടെത്തി എഴുതാം. പോരാത്തതിന് അതിന് കുറച്ച് എക്സാമ്പിളുകൾ കൂടി നമുക്ക് എഴുതേണ്ടി വരും.
ഒന്നാമത്തെ പോയിറ്റിക് ഡിവൈസ് സിമിലിയാണ്. എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ അസ്. ഓക്കെ, ലൈക്ക് അല്ലെങ്കിൽ അസ് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഒരു പരസ്പര ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുക. എക്സാമ്പിൾ ഏതാണ്? സോൾ ഡീപ് വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്സ് പ്രാൻ. രണ്ടാമത് മെറ്റഫോറാണ്. എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ അൺലൈക്ക് തിങ്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് വൺ ഈസ് ദി അതർ ഓർ ഡസ് ദി ആക്ഷൻ ഓഫ് ദി അതർ. ഓക്കെ, സിമിലി പോലെയാണ്, പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുകയും അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ജോലിയാണ് അത് ചെയ്യുന്നത് എന്ന് കാണിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഉദാഹരണം നിങ്ങൾ നോക്കിക്കോളൂ. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വേർ ദ ബേർഡ്സ് ദാറ്റ് സാങ്. ഓക്കെ, സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെയാണ് ബേർഡ്സ് അവിടെ പാടുന്നതായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റഫോർ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ഒന്നിൻ്റെ വർക്ക് അല്ലെങ്കിൽ ഒന്നിൻ്റെ ജോലി മറ്റൊന്ന് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നാണെന്ന് പറയുകയോ ചെയ്യുന്നതാണ് മെറ്റഫോർ എന്ന് പറയുന്നത്. മൂന്നാമത് അലിട്രേഷൻ. റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് ഇൻ ദ സെയിം ലൈൻ. ഓക്കെ, ഒരേ ലൈനിൽ വാക്കുകളുടെ തുടക്കത്തിലുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. വെറും സൗണ്ട് അല്ല, കോൺസണന്റ് സൗണ്ട്. അതായത് വവൽസിന് കോൺസണന്റ് നിങ്ങൾക്ക് അറിയില്ലേ? കോൺസണന്റ് വേർഡ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് എന്ന് ഉപയോഗിച്ചാലും നിങ്ങൾ മതി. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഗ്യാദർ ആൻഡ് ഗ്ലീം. ഇവിടെ ഗ്യാദറിൻ്റെയും ഗ്ലീമിൻ്റെയും ജി റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതുകൊണ്ട് നമുക്കിതിന് അലിട്രേഷൻ എന്ന് പറയാം. 4. പേഴ്സോണിഫിക്കേഷൻ. ഗിവിംഗ് ഹ്യൂമൻ ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ടു ആൻ ഇൻഅനിമേറ്റ് ഒബ്ജക്റ്റ്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് മനുഷ്യൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ കണക്കാക്കുക. അതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഐ ഹേർഡ് ദ സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ജീവനില്ലാത്തൊരു വസ്തുവാണ്. അത് പാടുന്ന പാട്ട് ഇവർ കേട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവനില്ലാത്തൊരു വസ്തുവിന് മനുഷ്യൻ്റെ ഒരു സാദൃശ്യം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ജോലി ഇവിടെ കൊടുക്കുകയാണ്. അതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമിലി, മെറ്റഫോർ, അലിട്രേഷൻ, പേഴ്സോണിഫിക്കേഷൻ. അടുത്ത ആക്ടിവിറ്റി 5 നമുക്ക് നോക്കാം. അതിലേക്ക് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 2 കോളമുണ്ട്. ഫസ്റ്റ് കോളത്തിൽ ക്വസ്റ്റ്യൻസ് ആണ്, സെക്കൻഡ് കോളത്തിൽ നമുക്കതിൻ്റെ ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഡു യു ലൈക്ക് ദ പോയം? വൈ? നിങ്ങൾക്ക് പോയം ഇഷ്ടമാണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ട്? ഇവിടെ ഞാനൊരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. യെസ്, ഐ ഡു ലൈക്ക് ദ പോയം. ദ പോയറ്റ് എക്സ്പ്രസസ് ആർ ഡിസൈർ ഇൻ ദ ഫോം ഓഫ് എ ഡ്രീം ആൻഡ് ഡിസ്ക്രൈബ് ദ ഐഡിയലൈസ്ഡ് പ്ലേസ് ഓഫ് ദ മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. ഐ വുഡ് ആൾസോ ലൈക്ക് ടു ബി ദെയർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്തും എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? പിക്ക് ഔട്ട് എ ലൈൻ ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ആൻസർ. ഈ പോയത്തിൻ്റെ തീം എന്താണ്? നിങ്ങളുടെ ഉത്തരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈൻ എന്ത് ചെയ്യുക? കണ്ടെത്തി എഴുതുക. ദ തീം ഓഫ് ദ പോയം ഈസ് ദ പോയറ്റ്സ് ലോങ്ങിങ് ടു ഡെൽ ഇൻ ആൻ ഐഡിയലിക് പ്ലേസ് ഡിവോയ്ഡ് ഓഫ് ഈവിൽ ഓർ വൈസ്. തിന്മകളില്ലാതെ നല്ലൊരു സ്ഥലത്ത് ജീവിക്കുക എന്നതാണ് ഈ തീമിൻ്റെ ഈ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, പോയറ്റിൻ്റെ ആഗ്രഹമാണ് ഈ പോയത്തിൻ്റെ തീം. To quench my longing, I bend low by the streams of the spirit of peace that flowed in that magical wood in the land of sleep. ഇതാണ് നിങ്ങളുടെ ഉത്തരത്തെ ജസ്റ്റിഫൈ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ ഈസ് ദ ഡ്രമാറ്റിക് സിറ്റുവേഷൻ ഓഫ് ദ പോയം? ഈ പോയത്തിലുണ്ടായ ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷൻ, നാടകീയമായ ഒരു അവസ്ഥ എന്താണെന്നാണ് ചോദ്യം. Soul deep in visions that a poppy like sprang. This line brings a strong sensual imagery. ഓക്കെ, ഇതൊരു സെൻഷ്വൽ ഇമേജറി കൊണ്ടുവരുന്നു. അതായത് ഇമേജറി എന്ന് ഉദ്ദേശിച്ചാൽ മതി, വിചാരിച്ചാൽ മതി. ഇമേജറി കൊണ്ടുവരുന്ന ഒരു ലൈനാണ് ഇത്. ഇതാണ് നമ്മുടെ പോയതിൽ ഒരു ഡ്രാമാറ്റിക് സിറ്റുവേഷൻ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ എഴുതണം. ഇവിടെ 4 പറഞ്ഞ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് വായിച്ച് നോക്കിയിട്ട് അത് തന്നെ എഴുതാതിരിക്കുക. ഒരെണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മെസ്സേജ് ഡസ് ദ പോയം കൺവേ? ഈ പോയം കൊണ്ടുവരുന്ന മെസ്സേജ് എന്താണ്? ദ മെസ്സേജ് ദ പോയം കൺവേ ഈസ് ദാറ്റ് വി ഷുഡ് ഹാവ് എ വേൾഡ് വിത്ത് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ആൻഡ് ലവ് ആൻഡ് പീസ് ഓൾ ദ ടൈം. ഈ പോയം തരുന്ന മെസ്സേജ് എന്താണ്? ട്രൂത്ത്, ലവ്, പീസ്. ഓക്കെ, ഇത് 3 നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ സമയവും നിലനിൽക്കുന്ന ഒരു ലോകമായിരിക്കണം നമുക്ക് വേണ്ടത്. 6th ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം റിലേറ്റഡ് ടു ഇറ്റ്സ് തീം? പോയത്തിൻ്റെ ടൈറ്റിലും തീമുമായിട്ട് എന്താണ് റിലേഷൻ? ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് തീം. ദ പോയറ്റ് ടെൽസ് us about an idyllic place where she finds love, peace and serenity. Such a place can exist only in one stream. ഈ പോയത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? സോങ് ഓഫ് എ ഡ്രീം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഡ്രീം. ഇവിടെ പോയിട്ട് പറയുന്നത് എന്താണ്? ലവ്, പീസ്, സെറനിറ്റി. അതായത് ലവ്, പീസ്, ട്രൂത്ത് നിലനിൽക്കുന്ന ഒരു ഐഡിയലൈസ്ഡ് പ്ലേസ് ആണ് പോയിറ്റിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അതേപോലെയുള്ള ഒരു പ്ലേസ് എവിടെ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഡ്രീമിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ് ഈസ് റിവീൽഡ് ഇൻ ദ പോയം? പോയത്തിൻ്റെ എന്ത് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ റിവീൽ ചെയ്യുന്നത്? The poet longs to dwell in an idyllic place marked by the absence of an evil or vice. തിന്മകളൊന്നുമില്ലാത്ത ഒരു ഐഡിയലിക് പ്ലേസിൽ താമസിക്കുക എന്നതാണ് പോയറ്റിൻ്റെ ആഗ്രഹം. Moreover, she considers the truth, love and peace as the key. ഓക്കെ, പോരാത്തതിന് എന്താണ് പോയറ്റ് കൺസിഡർ ചെയ്യുന്നത്? ട്രൂത്തും ലവും പീസും ഇതിൻ്റെ ഒരു കീ ആയിട്ടാണ്. ഇത് താക്കോലെന്നല്ല, ഇതിൻ്റെ ഒരു മുഖ്യ ഘടകമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതിൽ ബി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന ഹിൻറ്റുകൾ ഉപയോഗിച്ച് പോയതിന് ഒരു അപ്രിസിയേഷൻ ഉണ്ടാക്കുക, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ. എന്തൊക്കെ വേണം? ഇൻട്രൊഡക്ഷനിൽ ഓതറിനെ കുറിച്ചും മെയിൻ തീമിനെ കുറിച്ചും ഉണ്ടാകണം. അത് കഴിഞ്ഞ് ലിറ്ററൽ മീനിങ്, ഫ്രേസിങ്, അതായത് ഇതിൻ്റെ അകത്തുള്ള കുറച്ച് മീനിങ്സ് എടുത്ത് എഴുതാം. അത് കഴിഞ്ഞ് ഇമേജറിയിൽ ഇമേജസും അവരുടെ മീനിങ്ങും. ലിറിക്കൽ ക്വാളിറ്റീസിൽ സൗണ്ട്, റൈമ്, അലിട്രേഷൻ, അതൊക്കെ. ഫിഗറേറ്റീവ് മീനിങ്ങിൽ പോയറ്റിക് ഡിവൈസസ്, അതായത് സിമിലി, മെറ്റഫോർ, പേഴ്സോണിഫിക്കേഷൻ. മെസ്സേജ് വരുന്നത് മെസ്സേജസ് കൺവേ ഇതിൽ പറയുന്ന മെസ്സേജുകൾ. പിന്നെ ജസ്റ്റിഫിക്കേഷൻ, കൺക്ലൂഷനിൽ ഇവാലുവേഷൻ ഓഫ് ദ പോയം. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഞാനിവിടെ തയ്യാറാക്കി വെച്ചു. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് വായിച്ചതിന് ശേഷം ഇത് തന്നെ കൃത്യമായി ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ടാണ്, ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്.